Greenlives Coaching and Training Solution. നമ്മുടെ നാട്ടിൽ ഇളനീരുണ്ട്. അത് ഇവിടെ മാത്രമല്ല, നല്ല ഫ്രൂട്ട്, നല്ല ഡ്രിങ്കാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നില്ല, മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല. പക്ഷേ സായിപ്പ് എന്ത് ചെയ്തു? കൊക്കക്കോള ഓൾ ഓവർ വേൾഡ് മാർക്കറ്റ് ചെയ്തു. മാർക്കറ്റിംഗ് ഈസ് എവറിത്തിങ്, എവറിത്തിങ് ഈസ് മാർക്കറ്റിംഗ്. അത് ഇൻ്റർനാഷണലി ആയി ഓല് ചെയ്യുന്നുണ്ട്. നമ്മളിത് എന്ത് ചെയ്യുന്നില്ല, കേരളം വിട്ട് പോകണില്ല. സോ അതിനെന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം. പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ നമ്മുടെ ഫോക്കസ് കൂട്ടണം. ഫോക്കസ് കൂടാതെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂടുക? നിങ്ങളുടെ ഫോക്കസ് കൂടാതെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂടുക? നിങ്ങളെ പ്രൊഡക്ടിവിറ്റി കൂടണമെങ്കിൽ എന്ത് കൂടണം? ഫോക്കസ് കൂടണം. ഫോക്കസ് കൂടാതെ എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂടുക? നിങ്ങൾ ഫോക്കസ്ഡ് ഉണ്ടെങ്കിൽ എങ്ങനെ പ്രൊഡക്റ്റീവ് ആവുക? ഫോക്കസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിക്കുന്ന കുറേ സാധനമാണ്. ഇതൊക്കെ നമ്മൾ ഘട്ടത്തിൽ കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ ലക്ഷ്യത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഈ സുക്കർ പറവ് അങ്ങ് ചെങ്ങായും ഇന്നും 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് ഏറ്റവും കൂടുതൽ വളർന്ന കമ്പനിയാണ് ഫേസ്ബുക്ക്. പക്ഷെ ആ ചെങ്ങായി ഇന്നും 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാ 12 മണിക്കൂർ വർക്ക് ചെയ്യണേ? ഹി ഈസ് ഫോക്കസ്ഡ്. ഓനിഞ്ഞ അടുത്ത നമ്മളെ ലോക്കലിലെ പണി ആലോചിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഫേസ്ബുക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എങ്ങനെ തളച്ചിടാം? അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി വാട്സപ്പിക്ക് പോയി. അപ്പോൾ വാട്സപ്പിൽ വാങ്ങി. നമ്മൾ ഇൻസ്റ്റാഗ്രാം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വാട്സപ്പിൽ നമ്മളെ വരവ് കുറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പറഞ്ഞ വേറെ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ലോക്ക് ചെയ്യാണ്. സോ ഫൈൻഡ് യുവർ ഫോക്കസ്. നിങ്ങൾ എന്തിനാണ് ഫോക്കസ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ആൻഡ് ബി മോർ പ്രൊഡക്റ്റീവ് ബൈ ക്രിയേറ്റിംഗ് ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ്. ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റിൽ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളെ ഫോക്കസിനെ തടഞ്ഞു നിർത്തുന്ന എല്ലാ സാധനങ്ങളും വെട്ടി മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നിർത്തുക. നമ്മൾക്ക് എന്താണോ വേണ്ടത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. A lot of people are incredibly distracted. ഇന്ന് ലോകം മൊത്തം ഡിസ്ട്രാക്റ്റഡ് ആണ്. എല്ലാവരും സ്മാർട്ട് ഫോണിലും ടി വിയിലും ഒക്കെ ഡിസ്ട്രാക്റ്റഡ് ആണ്. They are losing their best hours of their life at social media. ഫ്രണ്ട്സ് ടൂർ പോയാൽ പോലും പരസ്പരം സംസാരിക്കാൻ പോലും സമയമല്ല. എല്ലാവരും ഫോണിലാണ്. എന്തിനാ പിന്നെ ഒറ്റക്ക് ടൂർ പോയാൽ പോലെ? വീട്ടിൽ പോയാൽ പോലും നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്നില്ല, നമ്മൾ ഫോണിലാണ്. വൈഫിനോട് സംസാരിക്കുന്നില്ല, നമ്മൾ ഫോണിലാണ്. വൈഫ് വേറെ ആളോട് സംസാരിക്കുന്നു, നമ്മൾ വേറെ ആളോട് സംസാരിക്കുന്നു. പരസ്പരം കണക്ഷൻസ് ഇല്ല. ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഒറ്റ ഫ്രണ്ട്സ് ഒരു 50 റുപ്യ വെച്ചാൽ തരില്ല. 100 റുപ്യ വെച്ച് കുടുങ്ങിയ എന്തിനാ ഫ്രണ്ട്സ്? കണക്ഷൻസ് ഇല്ല, ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ. വേറെ കണക്റ്റഡ് അല്ലല്ലോ. കുടുങ്ങിയ സമയത്ത് ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരുമോ? പിന്നെ എന്തിനാണ് ആ ഫ്രണ്ട്സ്? അതൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ദേ ആർ നോട്ട് റിയൽ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ സമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊല്ലുകയാണ്. നമ്മൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് 110 തവണ നമ്മളൊരു ആവറേജ് ആള് ഫോൺ ചെക്ക് ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് 11 മിനിറ്റ് അപ്പോൾ ഫോക്കസ് ചെയ്യാൻ കഴിയൂല. ഒരു പാട്ട് ഫുള്ള് കേൾക്കാനുള്ള മനസ്സുണ്ടാവില്ല. ഒരു ബുക്ക് ഫുള്ള് ഇരുന്ന് വായിക്കൂല. ഒരു സിനിമ ഫുള്ള് ഇരുന്ന് കാണാനുള്ള ക്ഷമയില്ല. ഒരു വീഡിയോ ഫുള്ള് കാണൂല. അപ്പോഴേക്കും ഇങ്ങനെ മാറ്റും. കാരണം എന്താ? ഫോക്കസ് ഇല്ല അവർക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യാം? പിക്ക് യുവർ ബാറ്റിൽസ് ആൻഡ് ഒബ്സെഷൻസ്. നിങ്ങളുടെ ബാറ്റിൽ, നിങ്ങളുടെ യുദ്ധക്കളം തിരഞ്ഞെടുക്കൂ. ആൻഡ് ഒബ്സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഒയ്യാപാത പോലെ ഞാനിത് നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നു. ഒബ്സെഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ. ഒബ്സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒയ്യാപാത പോലെ, ഒരു ഭ്രാന്ത് പോലെ നമ്മൾക്കൊരു സ്റ്റേറ്റ്മെന്റ് വേണം. ഒരു ഭ്രാന്ത് പോലെ പിന്തുടരാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഒയ്യാപാത പോലെ. ഞാൻ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പിൽ ഉണ്ടത്. എന്താണ് ഓപ്ഷൻ? അങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ മാത്രം ഫോക്കസ്. യു ക്യാൻ ബി ബ്രില്യൻ്റ് അറ്റ് എവറിത്തിങ്. നമുക്ക് എല്ലാത്തിനും പുലിയാവാൻ പറ്റില്ല, എല്ലാത്തിനും സിംഹമാവാൻ പറ്റില്ല. ഒറ്റൊന്നിലായാൽ മതി. 100 കാര്യങ്ങളിൽ പൂച്ചയാവുന്നതിനേക്കാളും നല്ലതാണ് ഒറ്റ കാര്യത്തിൽ സിംഹമാവുന്നത്. 100 കാര്യം നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഒന്നിലും നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. പെർഫെക്റ്റ് ഏതെങ്കിലും ഒരു മേഖലയിൽ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് മാത്രമേ അറിയുള്ളൂ, മെസ്സിക്ക് ഫുട്ബോൾ മാത്രമേ അറിയുള്ളൂ, പിന്നെ മറ്റേ ചങ്ങായിക്ക് എന്താ പറയുക, പിക്കാസോക്ക് പെയിന്റിങ് മാത്രമേ അറിയുള്ളൂ, എ ആർ റഹ്മാന് മ്യൂസിക് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ. ഡാൻസ് ചെയ്യാനും കൂടി ആൾക്കറിയില്ല, ഒന്ന് പ്രസംഗിക്കാൻ കൂടി ആൾക്കറിയില്ല. എ ആർ റഹ്മാനെ ഓസ്കർ അവാർഡ് പോകുന്ന ആളുകൾ മുന്നിൽ പ്രസംഗിക്കാൻ പോലുള്ള ഗേൾസില്ല. പക്ഷെ മ്യൂസിക്കിൽ ആൾ ബീറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്പർ 1 ആണ്. ഒബ്സഷനാണ്. ആൾക്ക് ഭ്രാന്താണ് മ്യൂസിക്. കമ്പോസ് ചെയ്യാർക്ക് ഭ്രാന്താണ്, വട്ടാണ്. ആയിലും ഓലെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓല മേഖലയിൽ, ഓല ഏരിയയിൽ ഓല് നമ്പർ 1 ആണ്. ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ നമ്പർ 1 ആണെങ്കിൽ ഫുട്ബോൾ ആൾ പന്തളിച്ചാണെങ്കിൽ തോൽക്കും. കാരണം ആൾക്ക് പന്തളിക്കാൻ അറിയില്ല. അതാണ് രണ്ടാമത്തെ സംഭവം. എന്ത്? പീക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടുക.
അത് ലീഡർക്ക് വേണ്ട ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ സംഭവമാണ് എന്ത്? ഇന്റർപേഴ്സണൽ എക്സലൻസ് ആൻഡ് ഹൈ പെർഫോമൻസ് ടീം വർക്ക്. നമ്മളുടെ ആളുകളുമായിട്ടുള്ള നമ്മളുടെ ഇന്ററാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ മെച്ചപ്പെടുത്തണം. ഇന്ററാക്ഷൻസ് അപ്പോൾ നമുക്ക് ആളുകൾ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ടീം വർക്ക് എന്ത് ചെയ്യണം? ഹൈ പെർഫോമൻസ് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം? നമുക്ക് റയർ എയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. നമ്മൾ റിലേഷൻഷിപ്പ് അത്ര സ്ട്രോങ് ആവണം. സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതേപോലെ തന്നെ എന്ത് വേണം? നെറ്റ്വർക്ക് ഉണ്ടാക്കണം, ടീം ഡെവലപ്പ് ചെയ്യണം. അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതിനെന്ത് വേണം? ഇംപ്രൂവ് യുവർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബൈ ഡെലിവറിങ് വാവ്. ആളുകൊണ്ട് വാവ് പറയിപ്പിക്കുന്ന രീതിയിലാണ് എന്താണ് നമ്മൾ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണം. അതിന്റെ കൂടുതൽ എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒതന്റിസിറ്റി കൂട്ടണം, സർക്കിൾ ഓഫ് ജീനിയസ് മെച്ചപ്പെടുത്തണം. ദ ബിസിനസ് ഓഫ് ബിസിനസ് ഇസ് പീപ്പിൾ. ബിസിനസിന്റെ ബിസിനസ് എന്ന പീപ്പിളാണ്, ജനങ്ങളാണ് ബിസിനസ്. മമ്മൂക്ക ഏതോ സിനിമയിൽ പറയുന്നുണ്ട്, ജനങ്ങളാണ് ബിസിനസ്. ഇല്ല പറഞ്ഞേ ഇമ്മാനുവല്, ജനങ്ങളില്ലെങ്കിൽ എന്ത് ബിസിനസ്? ജനങ്ങളാണ് ബിസിനസ്. The business of business is people. If you take care of relationship, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മണി ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കൂ, ക്യാഷ് പിന്നാലെ വരും. കാരണം ജനങ്ങളാണ് ബിസിനസ്. ജനങ്ങളില്ലെങ്കിൽ എന്ത് ബിസിനസ്? Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujeebgreenlives.com. Or like our page Facebook/Mujeeb Greenlives, or you can WhatsApp to 9995142164.